കോൺക്ലേവ് സമാപന ചടങ്ങിൽ മുതിർന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും 1.5 കോടി നൽകിയത് വളരെ കൂടുതലാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ ധനസഹായം കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യമന്ത്രിക്ക് അറിയാം. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു, അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്കൊരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സിലാക്കിക്കണം. സ്ത്രീപക്ഷ വിഷയം ചർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ട കോൺക്ലേവിലാണ് അടൂരിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. അടൂരിന്റെ പരാമർശത്തിനെതിരെ സദസ്സിലും വേദിയിലും ഉണ്ടായിരുന്ന നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അടൂർ പറഞ്ഞ് അവസാനിപ്പിച്ചയുടൻ തന്നെ പ്രതിഷേധവുമായി പുഷ്പവതി പൊയ്പാടത്ത് രംഗത്തു വന്നു. സിനിമ ചെയ്താണ് താൻ സിനിമ ചെയ്യാൻ പഠിച്ചതെന്ന് വേദിയിൽ തന്നെ അടൂരിന്റെ പരാമർശത്തിൽ ശ്രീകുമാരൻ തമ്പി തുറന്നടിച്ചു. വിഖ്യാത സംവിധായകന്റെ വാക്കുകൾ സവർണ മനോഭാവത്തിൽ നിന്നാണെന്നാണ് ഉയരുന്ന വിമർശനം. അടൂർ പറഞ്ഞതിനെ തിരുത്തി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. അരികുവൽക്കരിക്കപ്പെട്ടവരോടൊപ്പമാണ് സർക്കാർ എന്നായിരുന്നു സജി ചെറിയാന്റെ മറുപടി. അടൂരിന് വിമർശനവുമായി മന്ത്രി ആർ ബിന്ദുവും രംഗത്തു വന്നു. വിശ്വ ചലച്ചിത്രവേദിയിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവിശാലത ഉണ്ടാകണമെന്നും മനുഷ്യനാകണമെന്നുമായിരുന്നു മന്ത്രിയുടെ FB പോസ്റ്റ്. അടൂരിന്റെ പരാമർശത്തിനെതിരെ സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്തെത്തി. യാതൊരു പരിശീലനവുമില്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കിയ അനേകം മനുഷ്യർക്ക് ഈ നാട്ടിൽ സിനിമ ചെയ്യാമെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർക്കും സിനിമ ചെയ്യാം. അവർ മാത്രം സിനിമ ചെയ്യണമെങ്കിൽ 3 മാസത്തെ തീവ്രമായ പരിശീലനം വേണമെന്നൊക്കെ തോന്നുന്നത് അവരെ നോക്കിക്കാണാൻ പ്രത്യേകതരം കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും ഡോക്ടർ ബിജു വിമർശിച്ചു. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് എഴുത്തുകാരനും മുൻ IAS ഓഫീസറുമായ ഡോക്ടർ KV സന്തോഷ് കുമാർ രംഗത്തു വന്നു. സാമൂഹ്യ മാധ്യമത്തിലെ വിമർശനം വസ്തുതകൾ വളച്ചൊടിച്ച് ജാതിവിദ്വേഷം പരത്തുന്ന അവസ്ഥയിലെത്തി. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു പ്രതിഭയെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീകരിക്കുന്നതും അപഹസിക്കുന്നതും നല്ല വഴക്കമാണോ എന്നും നമ്മുടെ പൊതുസമൂഹം വീണ്ടും വിചാരം നടത്തണമെന്നായിരുന്നു KV മോഹൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടൂരിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംവിധായകൻ VS അഭിലാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടൂർ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തതെന്നായിരുന്നു അഭിലാഷിന്റെ ഫേസ്ബുക്കിന്റെ ഉള്ളടക്കം. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല സർക്കാരിന്റെ നിലപാടെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമയെടുക്കാൻ പണം നൽകുകയും അവരുടെ സിനിമാ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്ന ധീരമായ തീരുമാനമെടുത്ത സർക്കാരാണെന്നും KSDP എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ലെന്നും K മധു പറഞ്ഞു. ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രം ഫിലിം ഫെസ്റ്റിവലിൽ സിനിമകൾ കണ്ടാൽ മതിയെന്ന തീരുമാനമെടുത്തയാളാണ് മുമ്പ് അടൂർ. അതുപോലെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരത്തിനെതിരെയും അദ്ദേഹം രംഗത്തു വന്നിരുന്നു. എന്തായാലും വിമർശനങ്ങൾ തുടരുമ്പോൾ പറഞ്ഞതിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഇതുവരെ പിന്നോട്ടു പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് രൂക്ഷമായ പ്രതിഷേധമാണ് ഉയരുന്നത്.